जल्दी को पहनाओ लग जाए कुछ चलो लाइफ जैकेट कैसे लगता है? നമ്മളിപ്പം ഗംഗയിലൂടെയുള്ള ബോട്ട് യാത്രയിലാണ്. അതായത് ബോട്ട് യാത്ര നടത്താൻ വേണ്ടിയിട്ട് ഒരാൾക്ക് 150 രൂപയാണ് വാങ്ങുന്നത്, ഗ്രൂപ്പായിട്ടുള്ള ബോട്ടിൽ കേട്ടോ. അല്ലാണ്ട് നമ്മൾ പേഴ്സണലായിട്ട് പോകണമെങ്കിൽ 1500 രൂപ വെച്ചിട്ട് ഒരു ബോട്ടിന് കൊടുക്കണം. അപ്പോൾ എങ്ങനെയുണ്ട് എന്ന് നോക്കാം നമുക്ക് ബോട്ട് യാത്ര. ഇവിടെ അരിച്ചന്ദ്രഘട്ട് വരെയാണ് പോവുക ബോട്ട്. എന്നിട്ട് തിരിച്ചിട്ട് അപ്പുറത്തെ കരയ്ക്ക് കൊണ്ടുപോയിട്ട് അങ്ങനെ വരും. അതിനാണ് ഇവർ 150 രൂപ ഒരാൾക്ക് വാങ്ങുന്നത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എങ്ങനെയുണ്ട്. നമ്മളിപ്പോൾ ഇട്ട് ബോട്ട് യാത്രയ്ക്ക് തയ്യാറായി നിൽക്കുകയാണ്. ലോകത്തിലെ വിരലിലെണ്ണാവുന്ന അതിപുരാതന നഗരങ്ങളിലൊന്നാണ് വാരണാസി. 3500 വർഷത്തിലേറെയായി തുടർച്ചയായി ഇവിടെ മനുഷ്യഗാഥ തുടരുന്നു. നമ്മളിപ്പോൾ ഗംഗയുടെ തീരത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പല നിർമ്മിതികളും പല കാലങ്ങളിലായി പണിതതാണ്. ഓരോരോ ഘട്ടുകളും ഓരോരോ മണ്ഡപങ്ങളാണ്. വാരണാസിയിലെ 82ഓളം ഘാട്ടുകൾ ഗംഗയുടെ പശ്ചാത്തലത്തിൽ കാണുവാനുള്ള അവസരം കൂടിയാണ് ഈ ബോട്ട് യാത്ര. പണ്ഡിതരും ജ്ഞാനികളും ഇന്നും കാശിയുടെ ഗല്ലികളിലുണ്ട്. സൂഫിസവും ഭക്തിയുടെ മാനവികതയും ഇവിടെ പിറവികൊണ്ടു. പ്രേംചന്ദും തുളസീദാസും കബീറും ഗംഗാമയ്യ ഈ തീരത്ത് ലോകത്തിനായി കരുതിവെച്ച മഹത് വ്യക്തികളായിരുന്നു. സിത്താറും സരോളും സാരംഗിയും ഷെഹിനായിയും വിചിത്ര വീണയുമൊക്കെ ഇവിടുത്തെ ഘാട്ടിൻ്റെ പടവുകളെ തന്ത്രികളാക്കി. ഗംഗയിലെ ഓളങ്ങൾ പോലെ നൂപുരധ്വനികൾ ഉറങ്ങുന്നില്ല ഇവിടെ. ഉസ്താദ് ബിസ്മില്ല ഖാൻ, പണ്ഡിറ്റ് രവിശങ്കർ, പണ്ഡിറ്റ് ഗോപാൽ മിശ്ര സമുദ്ര സംഗീതത്തിലാറാടി ദേശകാലാന്തരങ്ങളുടെ അതിരുകൾ ഭേദിച്ച മഹാനാമങ്ങൾ. ഇവർ ബനാറസ് ഘരാനയുടെ പതാകവാഹകരായത് കേവല യാദൃച്ഛികതയല്ല.
ഗംഗാ നദിയിലൂടെയുള്ള ബോട്ട് യാത്ര മറക്കാനാകാത്ത ഒരു അനുഭവമാണ് നമുക്ക് സമ്മാനിക്കുക. ഏറ്റവും നല്ലത് അതിരാവിലെ തന്നെ ബോട്ട് യാത്രയ്ക്കായി സമയം കണ്ടെത്തുന്നതാണ്. മോട്ടോർ ഘടിപ്പിച്ചതും അല്ലാത്തതുമായ ബോട്ടുകൾ ഒരുപാടുണ്ട്. മോട്ടോർ ഘടിപ്പിച്ച ഇടത്തരം ബോട്ടുകൾക്ക് 5000 രൂപ വരെയൊക്കെ അവർ ആവശ്യപ്പെടും. പക്ഷേ വില പേശിയാൽ അത് ഒരു 2000 രൂപയിലൊക്കെ ഒതുങ്ങും. കൈകൊണ്ട് തുഴയുന്ന ബോട്ടുകൾക്ക് കൂടി വന്നാൽ 800 രൂപ വരെയൊക്കെ നൽകിയാൽ മതിയാവും. നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ബോട്ട് മണികർണിക ഘട്ട് വരെ പോയിട്ട് അവിടുന്ന് കാശി വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നമ്മളെ ഇറക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മണികർണിക ഘട്ടാണ്. അടുത്ത വീഡിയോയിൽ മണികർണിക ഘട്ടിൽ നിന്നുള്ള വിശദമായ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഗംഗയിലൂടെയുള്ള ഈ ബോട്ട് യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം മനോഹരമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. अरे उसको और में खुराक नहीं डालते हम डालता ना इसका 30 रुपये नहीं किसका कितना मुखी 5 मुखी एक मुखी है एक मुखी രുദ്രാക്ഷം ഇവിടെ നിന്ന് ശരിയാക്കി തരുന്നതാണ്. ലൈവായിട്ട് തോട് പൊട്ടിച്ചിട്ട് ഇവിടെ നിന്ന് തന്നെ രുദ്രാക്ഷം റെഡിയാക്കി തരും. ഒരുപാട് ആളുകൾ വരുന്നതിനെ കൊണ്ട് ഒരുപാട് മാലിന്യങ്ങളും കൂടി തള്ളുന്ന ഒരു സ്ഥലമാണ് ഗംഗയുടെ തീരം. അപ്പോൾ ഇവിടെ ഈ തലേന്നത്തെ വേസ്റ്റുകൾ നീക്കം ചെയ്യുന്ന കുറച്ച് ആളുകളെയാണ് നമുക്ക് കാണുന്നത്. ഇവിടുന്ന് എടുത്തിട്ട് പോകുന്നുണ്ട് കേട്ടോ. പരമാവധി ഇവർ ശ്രമിക്കുന്നുണ്ട് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അവിടെ ബോട്ടിൽ കയറ്റി കൊണ്ടുപോവുകയാണ് തലേന്നത്തെ ആ വേസ്റ്റുകൾ. ഇത് രാജേന്ദ്ര പ്രസാദ് ഗേട്ടിലുള്ള സേവാ പമ്പിംഗ് സ്റ്റേഷനാണ്. വാട്ടർ ടാങ്ക് ആയിരിക്കണം. ഇങ്ങനെയുള്ള ബോട്ടിലുകൾ കാണാൻ പറ്റും കേട്ടോ. ക്യാനുകൾ, പ്ലാസ്റ്റിക് ക്യാനുകൾ. ഇത് ഗംഗാജലം എടുക്കുന്നതിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ക്യാനുകൾ.